നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശുവിൻ്റെ നാമം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനിയും സംസാരിക്കരുത് എന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പി. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്നാണ് ഇവർ കർശനമായിട്ട് പറയുന്നത്. നാമം എന്നുള്ളത് ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് ദൈവം 10 കൽപ്പന കൊടുക്കുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ 10 കൽപ്പനയിൽ ഒരു വാക്യം എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്നാണ്. എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്നുള്ളത്, അതിൻ്റെ അർത്ഥം ശരിക്കും യഹൂദന്മാർക്ക് പോലും മനസ്സിലായിരുന്നില്ല. അവർ വിചാരിച്ചത് യഹോവ എന്ന് പറയരുത്, അതിനവർ പകുതി മാത്രം യാഹ് എന്ന് പറയാൻ തുടങ്ങി. അതുപോലെ എലോഹീം എന്ന എബ്രായ വാക്ക് അത് പറയരുത്, അതിന് പകരം അവർ പകുതി ഏലെന്ന് പറയാൻ തുടങ്ങി. പിന്നീട് അവർ പറഞ്ഞു ദൈവരാജ്യം അങ്ങനെ പറയണ്ട, അതിന് പകരം സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് ഉള്ള ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അവരിങ്ങനെയൊക്കെ പഠിപ്പിച്ചു. എന്നാൽ എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവനാമത്തിൽ സത്യം ചെയ്യുമ്പോൾ, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അതാണ് സത്യവാചകം. ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ അങ്ങനെ വിശ്വസിക്കുക, യഹോവ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സത്യം പറയുക. അങ്ങനെ യഹോവ ദൈവമാണെങ്കിൽ എന്ന് ചോദിച്ച് സത്യം ചെയ്യിക്കുമ്പോൾ ഒരുത്തൻ വ്യാജമാണ് പറയുന്നതെങ്കിൽ ദൈവം അവനെ ശിക്ഷിക്കാതെ വിടുകയില്ലെന്നാണ്. യേശുവിനോടും മഹാവിരോധം ചോദിച്ചു, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു, നീ രാജാവോ, നീ ക്രിസ്തുവോ? യേശു പറഞ്ഞു, ഞാനാകുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് ഇവൻ ദൈവദൂഷണം പറയുകയാണ്, ഇവന് കള്ളം പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടാതെ വ്യാജം പറയുകയാണെന്നാണ് അവർ വിചാരിച്ചത്. ഇവിടെ യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വം ആണ് എന്നുള്ളത് അപ്പോസ്തലന്മാർക്കറിയാം. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. എൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെ അധോലോകളുടെയും ഭൂലോകളുടെയും മുഴുകാലൊക്കെ മടങ്ങും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ ഈ മനുഷ്യന് ആരോഗ്യം വരുവാൻ കാരണമായി തീർന്നു. അപ്പോൾ നാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്വമാണ്. ദൈവത്വവും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ നിയോഗവും കൽപ്പനയും, അതിനൊക്കെയാണ് നാമം എന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്. അപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നത് ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ന്യായമാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് യേശു ദൈവമാണ്. ആ ദൈവമായി യേശു കൽപ്പിച്ചത് ഞങ്ങൾക്കനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത്, ദൈവമായ യേശുവിനേക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ എന്നാണ് അപ്പോസ്തലന്മാർ തിരിച്ചു ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ദൈവം മനുഷ്യനായവനാണ്. ദൈവത്വം അത്ഭുതങ്ങളാൽ തെളിയിച്ചവനാണ്. താൻ പറഞ്ഞതുപോലെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. തൻ്റെ അദൃശ്യ സാന്നിധ്യം ലോകത്തെവിടെയുമുണ്ട്. ഇപ്പോൾ കർത്താവ് ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കായി പക്ഷപാതം ചെയ്യുകയാണ്. ഇതാണ് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമം
യേശു മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തതും സ്വർഗാരോഹണം ചെയ്തതും യേശുക്രിസ്തു കൽപ്പിച്ചതും യേശുക്രിസ്തുവിൻ്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ ഉള്ളതുമൊന്നും നിങ്ങൾ പറയരുതെന്നാണ് ഈ മഹാപുരോഹിതന്മാർ അമർച്ചയായിട്ട് അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചത്. പക്ഷേ വളരെ വ്യക്തമായിട്ട് പത്രോസ് യോഹന്നാനും പറയുകയാണ്, ഞങ്ങൾക്കത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവമായ യേശു ആണ് ഞങ്ങളോട് കൽപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. യേശു ദൈവമാണ്. അവരുടെ ധൈര്യം കണ്ടപ്പോൾ അപ്പോസ്തലന്മാർക്കൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. അവരെ നല്ല വാക്ക് പറഞ്ഞ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, യേശു സർവവ്യാപിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ ദൈവമാണ് എന്നുള്ളതിൽ ഉറയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.